ഹലോ ഹായ്, എല്ലാവർക്കും നമസ്കാരം. കൊല്ലം റെനോയിൽ നിന്ന് പ്രശാന്താണ്. അപ്പം നമ്മളിന്ന് പുതിയൊരു വീഡിയോ ചെയ്യാണ്. അപ്പോൾ നമ്മൾ ക്വിഡ് ആണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ക്വിഡിൻ്റെ സെക്കൻഡ് വേരിയൻ്റ് ആയിട്ടുള്ള RXT എന്ന വേരിയൻ്റ് ആണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. നമുക്കറിയാം, ഈ ഒരു സെഗ്മെൻറ്റിൽ ഹാഷ് ബാക്ക് സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും കൂടുതൽ സെയിലുള്ള ഒരു വെഹിക്കിളാണ് ഇപ്പോൾ ക്വിഡ്. ക്വിഡ് എന്ന് പറയുമ്പോഴത്തേക്കും തന്നെ നമുക്കറിയാം ഒരു സ്പോർട്ടി ലുക്കാണ്. സാധാരണഗതിയിൽ ഈ ഒരു സെഗ്മെൻറ്റ് വെഹിക്കിൾസിന് ഇത്രയും ലുക്ക് വൈസ് നമുക്ക് തരുന്നില്ല. അത് കൂടാതെ തന്നെ ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സ് നമുക്ക് എക്സ്ട്രാ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. 2023 തന്നെ നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ, ടയർ പ്രഷർ മോഡ്, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ്, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം എന്ന് പറഞ്ഞ ഫീച്ചേഴ്സ് എല്ലാം ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണാം ഫ്രണ്ട് ഒരു ലുക്ക് വൈസ് വളരെ ഭംഗിയായിട്ട് നമ്മുടെ ഒരു എംബ്ലോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹെഡ് ലാമ്പ് ഈ ഒരു പോർഷൻ ഇങ്ങനെ ഈ ഒരു ലുക്കിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ടയർ സൈസൊക്കെ 14 ഇഞ്ചാണ് ടയർ സൈസ് വരുന്നത്. ഒക്കെ ഈ ഒരു മിറർ ഭാഗത്ത് തന്നെയാണ് വരുന്നത്. ഒരു 1 ലിറ്റർ വെഹിക്കിളാണ്, 1 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്. ഔട്ട് സൈഡ് ലുക്ക് നമുക്ക് കാണാം. ഈ ഒരു എംബ്ലത്തിൻ്റെ നടുവിലായിട്ടാണ് നമ്മുടെ ക്യാമറ വരുന്നത്. അപ്പം ഇതൊരു മിഡിൽ വേരിയൻ്റ്, RXT എന്ന് പറയുമ്പോൾ ഒരു മിഡിൽ വേരിയൻ്റ് ആണ്. അപ്പം നമുക്ക് ക്യാമറ സഹിതം ആണ് വരുന്നത്. നമ്മുടെ പ്യൂർ കപ്പാസിറ്റി ഒക്കെ 28 ലിറ്ററാണ്. നമുക്ക് ഇൻറ്റീരിയർ ഒന്ന് പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ മിഡിൽ വേരിയൻ്റ് ഇൻറ്റീരിയർ വരുന്നത്. ഫ്രണ്ട് പോർഷനിൽ നമുക്കൊന്ന് നോക്കാം. ഇതിൽ നമുക്ക് 4 ഡോർ 4 വിൻഡോസ് ഒക്കെ വരുന്ന ഇലക്ട്രോണിക് അഡ്ജസ്റ്റിങ് ഒക്കെ വരുന്നുണ്ട്. നമ്മുടെ സെൻട്രൽ ലോക്കിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ക്ലസ്റ്റർ ഡിജിറ്റൽ ക്ലസ്റ്റർ ആയിരിക്കും വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ടച്ച് സ്ക്രീൻ 8 ഇഞ്ച് ടച്ച് സ്ക്രീനാണ് വരുന്നത്. ആൻഡ്രോയിഡ് ആട്ടോ ആപ്പിൾ കാർപ്ലേ സപ്പോർട്ടഡ് ആയിട്ടുള്ള 8 ഇഞ്ച് ടച്ച് സ്ക്രീനാണ് വരുന്നത്. നമ്മുടെ പവർ വിൻഡോസ് ഫ്രണ്ടിലത്തത് ഈ ഒരു പോർഷനിലും ലോക്ക്, അസൈഡ് ലൈറ്റ് ഒക്കെയാണ് ഫ്രണ്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മളിപ്പം സ്റ്റിയറിംഗ് കൺട്രോൾസ് നമുക്കിവിടെ കാണാം. കോൾസ് അറ്റൻഡ് ചെയ്യാനും മ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും സൗണ്ട് കൂട്ടാനും കുറയ്ക്കാനും സോഴ്സ് എല്ലാ സ്റ്റിയറിംഗ് കൺട്രോൾസ് കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ നമ്മളിപ്പോൾ പരിചയപ്പെടുന്ന വെഹിക്കിൾ RXTയിൽ ഓട്ടോമാറ്റിക്കിൻ്റെ, അതായത് നോബ് നമുക്ക് കാണാം. ഓട്ടോമാറ്റിക്കിൻ്റെ വെഹിക്കിളാണ്. പക്ഷെ നമുക്ക് ഏതാണോ നമുക്കിപ്പോൾ മാനുവൽ ആയാലും ഓട്ടോമാറ്റിക് ആയാലും നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ്. നമുക്ക് 2024 സ്റ്റോക്കുള്ള വണ്ടിക്കാണെങ്കിൽ നമുക്ക് ഏകദേശം 30,000 രൂപ നമുക്ക് ഇതിനകത്ത് ഓഫർ വരുന്നുണ്ട്. 2024 ആകുമ്പോഴത്തേനും നമുക്ക് 10,000 രൂപ ഓഫർ ഉണ്ടാവുള്ളൂ. അപ്പോൾ RXT ആണ് നമ്മൾ സംസാരിക്കുന്നത്. പിന്നെ ഇതിന് തൊട്ട് താഴെ RXL ഓപ്ഷൻ എന്ന് പറഞ്ഞൊരു വേരിയൻ്റ് ഉണ്ട്. നമുക്ക് അഫോർഡബിൾ പ്രൈസിന് 593 ഓൺ റോഡ് മാനുവൽ ഇറക്കാൻ പറ്റും. അത് 495 500 ആ റേഞ്ചൊക്കെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഈ RXTയെ കുറിച്ച് സംസാരിക്കുമ്പോൾ സമയത്ത് നമുക്ക് ഏകദേശം ഒരു 550 ആ റേഞ്ചാണ് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. അപ്പോൾ ഓൺ റോഡ് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു വെഹിക്കിളിൻ്റെ മാനുവലിൻ്റെ കാര്യമാണ് പറയുന്നത്. 550 എക്സ്ഷോറൂം പ്രൈസും 667 ആണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അതായത് മിഡിൽ വേരിയൻ്റ് ആണ്. RXT എന്ന് പറയുമ്പോൾ ഫുൾ ഓപ്ഷൻ്റെ അതേപോലെ തന്നെ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. കുറച്ച് കോസ്മെറ്റിക്സിൻ്റെ ചേഞ്ചസ് മാത്രമേ ക്ലൈംബറിലോട്ട് വരുമ്പോൾ നമുക്ക് വരുന്നുള്ളൂ. അപ്പോൾ ഇത് നോക്കുന്ന സമയത്ത് നമുക്ക് ഇയർ ബാഗ് സ്റ്റോക്ക് അവൈലബിൾ ആണെങ്കിൽ 30,000 രൂപയും, ന്യൂ വെഹിക്കിൾ 2025 വെഹിക്കിളാണെങ്കിൽ നമുക്കൊരു 10,000 രൂപയാണ് ഇതിനകത്ത് ഓഫറായിട്ട് വരുന്നത്. അപ്പം വാഹനം എടുക്കാൻ പ്ലാനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട്. നമ്മൾ കൊല്ലം ബ്രാഞ്ചിലാണ് ഉള്ളത്. അപ്പം എവിടെ വേണമെങ്കിലും നമുക്ക് വെഹിക്കിൾ ഡ്രൈവ് കാര്യങ്ങളൊക്കെ അറേഞ്ച്ഡാണ്. കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് കൊടുക്കുന്നതായിരിക്കും. സ്റ്റോക്കും അവൈലബിൾ ആണ്. നമുക്ക് 2025 ഫെബ്രുവരിയിൽ തന്നെ നമുക്ക് സ്റ്റോക്കുകളെല്ലാം ഇറങ്ങിയിരിക്കുന്ന എല്ലാ കളേഴ്സും അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല ട്രാക്ക്, സിവിൽ സ്കോറൊക്കെ വലിയ കുഴപ്പമില്ലാത്ത സിവിൽ സ്കോർ ആണെങ്കിൽ തന്നെ നമുക്ക് ലോഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സൊക്കെ, അതായത് ക്വിഡ് എക്സ്ചേഞ്ച് ചെയ്ത കസ്റ്റമേഴ്സിനൊക്കെ നമുക്ക് ഒരുപാട് ഓഫറുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് സ്റ്റാൻഡേർഡ് വാറണ്ടി ഇത് 3 വർഷം 1 ലക്ഷം കിലോമീറ്റർ തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. ഇത് ഈ പറഞ്ഞ ഓൺ റോഡ് പ്രൈസിൽ തന്നെ നമുക്ക് എക്സ്റ്റൻഡ് വാറണ്ടി ഉണ്ടായതുകൊണ്ട് ഏകദേശം 5 വർഷം 1 ലക്ഷം കിലോമീറ്റർ വാറണ്ടിയും അവൈലബിൾ ആണ്. ഇതൊരിക്കലായിട്ട് താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പം അതിലേക്ക് കോൺടാക്ട് ചെയ്യുക, ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ടെസ്റ്റ് ഡ്രൈവിനും കാര്യങ്ങൾക്കായി ബന്ധപ്പെടുക. താങ്ക് യു ഓൾ. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ടായി. താങ്ക് യു ഓൾ.